മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദുർഗ കൂടി മഹാലക്ഷ്മിയുടെ പ്രേതത്തെ കണ്ട് പേടിച്ചു എന്നറിയുന്ന പ്രതാപനും മുത്തശ്ശിയും കാട്ടിനകത്തുള്ള അമ്പലത്തിലെ മന്ത്രവാദിയെ ചെന്ന് കണ്ട് മഹാലക്ഷ്മിയുടെ ആത്മാവിനെ തളയ്ക്കാനും തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിലെ ഉഴിച്ചിലും പിഴിച്ചിലും കഞ്ഞു വന്നാൽ ഉടനെ തന്നെ അയാളെ കൊണ്ട് മന്ത്രവാദം നടത്തിക്കാനും തീരുമാനിക്കുന്നുണ്ട്. പിന്നീട് വാമനും സീമന്തിനിയും ദുർഗയും മഹാലക്ഷ്മിയുടെ പ്രേതത്തെ കണ്ട് ഭയന്നു എന്നറിയുമ്പോൾ മേഘൻ പറഞ്ഞത് ശരിയാണെന്ന് അവരും തിരിച്ചറിയുന്നുണ്ട്. ഞാൻ പറഞ്ഞപ്പോൾ ആരും വിശ്വസിച്ചില്ലല്ലോ എന്നും ഇങ്ങനെയുള്ള ഐറ്റംസിനെയൊന്നും എനിക്ക് പേടിയില്ലായിരുന്നിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ രാത്രി എന്ന് കേട്ടാൽ തന്നെ പേടിയാകുന്നുണ്ട് എന്നെല്ലാം മേഘൻ പറയുമ്പോൾ അവർക്ക് ഒരു താക്കോൽ ദ്വാരം മതി അകത്ത് കിടക്കാൻ. പിന്നെ മേഘേട്ടൻ ഭയപ്പെടേണ്ടത് അവരുടെ ആത്മാവിനെയല്ല, പോലീസിനെയാണ്. അവരെ കൊന്നു കത്തിച്ചില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഭയത്തെ വർദ്ധിപ്പിക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ മഞ്ജു. പിന്നീട് മന്ത്രവാദിയെ കാണാനെത്തുന്ന പ്രതാപനും മുത്തശ്ശിക്കും തൽക്കാലം മഹാലക്ഷ്മിയുടെ പ്രേതത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മന്ത്രവാദി ഒരു രക്ഷ കെട്ടിക്കൊടുക്കുകയും തോമസ് ഡോക്ടറുടെ ഹോസ്പിറ്റലിൽ നിന്നും തിരിച്ച് വന്നാൽ ഉടനെ തന്നെ പ്രേതബാധ ഒഴിപ്പിക്കാനായിട്ട് ഒരു മന്ത്രവാദം ചെയ്തു കൊടുക്കാമെന്നും പറയുന്നുണ്ട്. പിന്നീട് പ്രതാപനും മുത്തശ്ശിയും കൂടിയിട്ട് തോമസ് ഡോക്ടറുടെ ഹോസ്പിറ്റലിൽ കണ്ണനെ കാണാനായിട്ട് ചെല്ലുകയാണ്. മഹാലക്ഷ്മിയെ കാണാത്തതിൽ വിഷമിച്ചിരിക്കുന്ന കണ്ണൻ്റെ ദുഃഖത്തിൽ പങ്കുചേർന്ന് അഭിനയിച്ച് തകർക്കുന്നതിന് അവർക്കും ദുഃഖമുണ്ടെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവർ ചെല്ലുന്നത്. അങ്ങനെ അവിടെ എത്തിയതിന് ശേഷം അവളെ കാണാതായതിൽ ഞങ്ങൾക്കും വലിയ വിഷമമുണ്ടെന്നും ലക്ഷ്മി മോള് മടങ്ങി വരാൻ വേണ്ടിയിട്ട് അമ്പലത്തിൽ പോയിട്ട് വഴിപാടും പൂജയൊക്കെ കഴിച്ചു എന്നും നെഞ്ചുരുകി പ്രാർത്ഥിച്ചു എന്നെല്ലാം മുത്തശ്ശിയും പ്രതാപനും കൂടി പറഞ്ഞ് പച്ചക്കള്ളം തട്ടിവിടുമ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കാനായിട്ട് നിങ്ങളെക്കൊണ്ട് മാത്രമേ പറ്റൂ എന്നും ലോകത്ത് ഇത്തരത്തിലുള്ള ജീവികൾ നിങ്ങൾ മാത്രമേ ഉണ്ടാകൂ എന്നും കണ്ണൻ നല്ല മറുപടി തന്നെ അവർക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുന്ന പ്രതാപനും മുത്തശ്ശിക്കാണെങ്കിൽ യാതൊരു എളുപ്പമില്ല. അപ്പോൾ അവർ പറയുന്നുണ്ട്, മോൻ്റെ വിഷമം ഞങ്ങൾക്ക് മനസ്സിലാകും, പക്ഷേ ഞങ്ങളതൊന്നും കാര്യമാക്കുന്നില്ല. ഇവിടെ കുറച്ച് ദിവസം ഒഴിച്ചിലും പിഴിച്ചിലും നടത്തി കിടക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഒന്ന് തോമസ് ഡോക്ടറെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അവരവിടെ നിന്നും പോവാണ് കേട്ടോ. അവർ പോയി കഴിഞ്ഞതിന് ശേഷം കർട്ടൻ്റെ മറവിൽ ഒളിച്ചു നിൽക്കുകയായിരുന്ന മഹാലക്ഷ്മി കണ്ണൻ്റെ അടുത്തേക്ക് വന്നിട്ട് എന്തൊക്കെയാണ് കണ്ണിട്ട് അവർ പറഞ്ഞിട്ട് പോയത്, എൻ്റെ ചെതിയാണ് കത്തിയെരിയുന്നത് എന്ന് കരുതി സന്തോഷിച്ചതാണ് അവർ. മാത്രമല്ല എൻ്റെ മരണം കേക്ക് മുറിച്ച് ആഘോഷിക്കുകയും ചെയ്തു. എന്നിട്ടും എങ്ങനെയാണ് അവർക്ക് എങ്ങനെയൊക്കെ കള്ളം പറയാൻ സാധിക്കുകയെന്ന് മഹാലക്ഷ്മി ചെയ്യുമ്പോൾ തന്നെ കൊന്ന് ചിത കൂട്ടാൻ ശ്രമിച്ചവർക്ക് ഇതല്ല ഇതിലപ്പുറവും പറയാൻ സാധിക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. പക്ഷേ ഇപ്പോൾ ഇവിടെ ഇതല്ല പ്രശ്നം. കർക്കിടക മാസത്തിലായിട്ട് ഉഴിച്ചിലും പിഴിച്ചിലും നടത്താനായിട്ട് വന്നതാണ് അമ്മയും മോനും കൂടി എന്ന്. ഇനിയിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അമ്മയും മോനും കൂടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇവിടേക്ക് കയറി വരാൻ സാധ്യതയുണ്ടെന്നെല്ലാം കണ്ണൻ പറയുമ്പോൾ അതുകൊണ്ട് ഞാൻ ഇനി ഇവിടെ ഇരിക്കുന്നത് സേഫല്ല കണ്ണേട്ടാ. എന്നെ എങ്ങാനും അവരുടെ കണ്ണിൽ പെട്ട് കഴിഞ്ഞാൽ മാർക്കോ ഈ ചെയ്തതെല്ലാം വെറുതെയാകുന്ന മഹി പറയുമ്പോൾ ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്ന അനന്ത് പറയുന്നുണ്ട്, എങ്കിൽ പിന്നെ എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട്. മഹാലക്ഷ്മിക്ക് അവരുടെ വീട്ടിലേക്ക്, പ്രതാപൻ്റെ വീട്ടിലേക്ക്, സ്വന്തം വീട്ടിലേക്ക് പോയിക്കൂടെ? അമ്മയോടൊപ്പം അവർ തിരിച്ചു വരുന്നത് വരെ കുറച്ച് ദിവസം അവിടെ സന്തോഷമായിട്ട് കഴിയുകയും ചെയ്യാമല്ലോ എന്ന് അനന്ത് പറയുമ്പോൾ അതൊരു നല്ല ഐഡിയ ആണെന്ന് കണ്ണനും മഹാലക്ഷ്മിക്ക് തോന്നുന്നത് കേട്ടോ. അങ്ങനെ അവരവിടെ തിരിച്ചു വരുന്നത് വരെ അമ്മയോടൊപ്പം കുറച്ച് ദിവസം സന്തോഷമായിട്ട് നിൽക്കാൻ തന്നെ മഹാലക്ഷ്മിയും തീരുമാനിക്കുന്നുണ്ട്. കണ്ണന് പകലും രാത്രിയും കൂട്ടായിട്ട് ഞാൻ ഇരുന്നോളാമെന്നും അനന്ത് പറയുമ്പോൾ ആശ്വാസമാവുന്നുണ്ട് കേട്ടോ മഹാലക്ഷ്മിക്ക്. അങ്ങനെ അവർ തിരിച്ചു വരുന്നത് പോലെ അമ്മയോടൊപ്പം നിൽക്കാൻ തന്നെ മഹാലക്ഷ്മി തീരുമാനിക്കുന്നുണ്ട്. പിന്നീട് പ്രതാപനും മുത്തശ്ശിയും കൂടിയിട്ട് തോമസ് ഡോക്ടറെ കാണാനായിട്ട് ചെല്ലുകയാണ് കേട്ടോ. മഹാലക്ഷ്മിയുടെ രണ്ടാനച്ഛനാണെന്നും പ്രതാപൻ്റെ അമ്മയാണെന്നും പറഞ്ഞ് അവർ തോമസ് ഡോക്ടർക്ക് സ്വയം പരിചയപ്പെടുന്നുണ്ട്. അപ്പോൾ തോമസ് ഡോക്ടറെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ടെന്നും കർക്കിടക മാസത്തിൽ 3-4 ദിവസം ഇവിടെ ഉഴിച്ചിൽ നടത്താനാണ് വന്നതെന്നും പ്രതാപനും മുത്തശ്ശിയും ഡോക്ടറോട് പറയുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, കണ്ണനും മഹാലക്ഷ്മിയെയും പോലെ ഇത്രയും സ്നേഹത്തിൽ കഴിയുന്ന ദമ്പതികളെ ഞാൻ കണ്ടിട്ടില്ല. എന്ത് ചെയ്യാനാ, മഹാലക്ഷ്മിയെ കാണാത്തതിൻ്റെ വിഷമത്തിലാണ് കണ്ണൻ ഇപ്പോൾ കഴിയുന്നത്. ആ കുട്ടിക്ക് ഒന്നും വരുത്താതെ ദൈവം സംരക്ഷിക്കും, അത്രയ്ക്ക് ദൈവിക ചൈതന്യം ആ കുട്ടിയിലുണ്ട് എന്നെല്ലാം വൈദ്യൻ മഹാലക്ഷ്മിയെക്കുറിച്ച് പറയുമ്പോൾ അവൾ ഞങ്ങളുടെ വീട്ടിലാണ് വളർന്നത്. കുട്ടിക്കാലം മുതൽ ദൈവചിന്ത അവളിൽ ഉണ്ടാക്കിയെടുത്തത് ഞാനാണ്. എൻ്റെ കൊച്ചുമോൾ അല്ലെങ്കിലും സ്വന്തം കൊച്ചുമോളായിട്ടാണ് ഞാൻ അവളെ കണ്ടത് എന്നെല്ലാം മഹാലക്ഷ്മിയെക്കുറിച്ച് മുത്തശ്ശി പച്ചക്കള്ളം തട്ടിവിടുന്നുണ്ട് കേട്ടോ. പക്ഷേ അവരുടെ ക്രൂരതകളെക്കുറിച്ചെല്ലാം മഹാലക്ഷ്മിയിൽ നിന്ന് നേരത്തെ അറിയാവുന്ന ഡോക്ടറാണെങ്കിൽ ഇതെല്ലാം അവരുടെ വെറും അഭിനയമാണെന്ന് മനസ്സിലാക്കുകയും തോമസ് വൈദ്യർ തന്നെ അവർക്ക് 2 പേർക്കും ചുട്ട മറുപടി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് ദുർഗ ഉണ്ണിയോടായിട്ട് പറയുന്നുണ്ട്, കണ്ണൻ ഇനി ഉടനെ ഒന്നും
തോമസ് ഡോക്ടറുടെ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വരാനായിട്ട് പോകുന്നില്ല. ഇതാണ് നല്ല അവസരം മോനെ, നീ ഫിനാൻസീസിലേക്ക് പോകണം, എന്നിട്ട് MDയുടെ കസേരയിലേക്ക് ഇരിക്കണം, അങ്ങനെ ഓരോന്നോരോന്നായിട്ട് നീ വെട്ടിപ്പിടിക്കണം എന്ന് പറയുമ്പോൾ അമ്മ പറഞ്ഞത് ശരിയാണെന്നും പലപ്പോഴും ഞാൻ കണ്ണേട്ടനെ കാണാനായിട്ട് ഓഫീസിലേക്ക് ചെല്ലുമ്പോഴൊക്കെ ആ MDയുടെ കസേര എന്നെ വല്ലാതെ തന്നെ ഭ്രമിച്ചിട്ടുണ്ട്. ഒരിക്കലെങ്കിലും ആ കസേരയിൽ ഇരിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്തായാലും ഞാൻ അമ്മ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ആദ്യം ഫിനാൻസിയേഴ്സ്, പിന്നെ കൺസ്ട്രക്ഷൻ കമ്പനി, അങ്ങനെ ബിസിനസ് സ്ഥാപനങ്ങളിൽ ഓരോന്നോരോന്നായിട്ട് ഞാൻ എൻ്റെ നിയന്ത്രണത്തിലാക്കും. അവരും മരിച്ചതുകൊണ്ട് കണ്ണേട്ടൻ ഏതായാലും ഇനി ജീവിതത്തോട് തന്നെ ഒരു മടുപ്പായിരിക്കും. ഈ സ്വത്തുക്കളൊക്കെ വെച്ച് അയാൾ ഇനി എന്ത് ചെയ്യാനാ? എല്ലാം നമ്മുടെ കൈപ്പിടിയിൽ തന്നെ വരും കരുണ എന്നെല്ലാം ഉണ്ണി പറയുന്നത് കേട്ട് കരുണയും എന്തെന്നില്ലാത്ത സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ മഹാലക്ഷ്മിയും ലേഖയും കൂടിയിട്ട് സ്വന്തം വീട്ടിലെത്തുകയാണ്. മഹാലക്ഷ്മിയുടെ വീട്ടിലെത്തുന്നുണ്ട്. അപ്പോൾ കണ്ണനാണെങ്കിൽ മഹാലക്ഷ്മി യാത്രയാക്കാൻ വരികയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ എത്തുന്നതും മോഹിനി പുറകിലൂടെ ചെന്ന് മോഹിനിയുടെ കണ്ണൊക്കെ പൊത്തിപ്പിടിക്കുന്നുണ്ട് കേട്ടോ മഹാലക്ഷ്മി. മോഹിനിക്ക് ഒരു സർപ്രൈസ് നൽകാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ മഹാലക്ഷ്മിയെ അപ്രതീക്ഷിതമായിട്ട് കാണുന്നതും മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കുന്നുണ്ട് കേട്ടോ മോഹിനി. കരുണയുടെ അച്ഛനും മുത്തശ്ശി ഇവിടെ ഇല്ലല്ലോ, അപ്പോൾ അമ്മയോടൊപ്പം കുറച്ച് ദിവസം ഇവിടെ നിൽക്കാനാണ് ഞാൻ വന്നത് എന്നും മഹാലക്ഷ്മി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മോഹിനിക്കും അത് കേട്ട് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. പക്ഷേ മഹാലക്ഷ്മിയുടെ ആ കണക്ക് കൂട്ടൽ തെറ്റിച്ചതുകൊണ്ട് പ്രതാപനും മുത്തശ്ശിയും തിരിച്ചു വരുന്നുണ്ട് കേട്ടോ. പക്ഷേ അവർ തോമസ് ഡോക്ടറുടെ ഹോസ്പിറ്റലിൽ കിടക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യമായിട്ട് അവിടെ താമസിക്കുമ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാനായിട്ടാണ് കേട്ടോ അവർ വരുന്നത്. ഉടനെ തന്നെ സാധനങ്ങളൊക്കെ എടുത്ത് അവർ തിരിച്ചു പോരുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ മഹാലക്ഷ്മി ആണെങ്കിൽ അവർ വരുന്നത് കണ്ട് ശരിക്കും ഞെട്ടലോടെ നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നീട് അവർ സാധനങ്ങളൊക്കെ എടുത്ത് തിരിച്ചു പോവുകയാണ്. അങ്ങനെ അവരില്ലാത്ത സമയത്ത് ഒരു 3-4 ദിവസം അമ്മയോടൊപ്പം മനസ്സമാധാനത്തോടെ മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കുകയാണ് കേട്ടോ മഹാലക്ഷ്മി ചെയ്യുന്നത്. അങ്ങനെ മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന നല്ല രസകരമായിട്ടുള്ള എപ്പിസോഡുകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്